നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ് പറയൂ, ഹാപ്പി ക്രിസ്മസ്. പ്രവിധ, തൃശ്ശൂരിലും വിപുലമായ ആഘോഷ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. വിവിധ ദേവാലയങ്ങളിൽ ഈ തിരുപ്പിറവിയുടെ ഭാഗമായുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് CBIC അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് കൂടെ ആയിട്ടുള്ള മാർ ആൻഡ്രൂസ് താഴത്ത് തിരുപ്പിറവിയുടെ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ലൂർദ് കത്തീഡ്രലാണുള്ളത്. ഇവിടെ വലിയ ജനാവലി ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പങ്കാളികളാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പേർ ഈ ക്രിസ്മസ് രാവാണ്, അവരെല്ലാവരും ഉറക്കം മാറ്റിവെച്ച് ഇവിടെ എത്തുന്നുണ്ട്. വിവിധ ദേവാലയങ്ങളിലും ഇത്തരത്തിലുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മാർ ആൻഡ്രൂസ് താഴത്ത് ഇപ്പോൾ തിരുക്കർമ്മ ചടങ്ങുകൾ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലും വിവിധ ദേവാലയങ്ങളിൽ ഇത്തരത്തിൽ നിലവിൽ തിരുപ്പിറവി ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവിധ, പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരീനിയോസ് സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥാനം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.